തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോം അനുമതിയില്ലാതെ പൊളിച്ചതുമായി ബന്ധപ്പെട്ട ഫയൽ കൗൺസിൽ യോഗത്തിൽ വെക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ബഹളം തുടങ്ങിയത്. കൗൺസിൽ ഹാൾ വിട്ട് പുറത്തുപോകാൻ തുനിഞ്ഞ മേയറെ പ്രതിപക്ഷം തടഞ്ഞതോടെയാണ് ഇരുവിഭാഗം കൗൺസിലർമാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ അവസാന അജണ്ടയായിരുന്നു ബിനി ടൂറിസ്റ്റ് ഹോം. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ മേയർ കൗൺസിൽ യോഗത്തിൽ വച്ചില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷം ബഹളം തുടങ്ങിയത്. മേയറെ തടഞ്ഞ് ചെയറിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ വട്ടം നിന്ന് പ്രതിഷേധിച്ചതോടെ യോഗം പിരിച്ചുവിട്ടു. തുടർന്ന് മേയർ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തുപോകാൻ ശ്രമിക്കുന്നത് തടഞ്ഞതാണ് കയ്യാങ്കളിയിലേക്ക് നയിച്ചത്. കോർപ്പറേഷന് വലിയ വരുമാനം നൽകുന്ന ബിനി ടൂറിസ്റ്റ് ഹോം പൊളിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്നും ഇതാണ് ഫയൽ കൗൺസിൽ യോഗത്തിൽ എത്തിക്കാതിരിക്കാൻ കാരണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. 96 അജണ്ട വെച്ചിട്ട് 95 അജണ്ടയിൽ ഫയലുകളോടെ കാണിക്കാൻ കൗൺസിലർമാർ കൊടുത്തു. ഒരു അജണ്ട മാത്രം ഫയൽ മാത്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഫയലിൽ അത്രമാത്രം അഴിമതി നിറഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അതേസമയം ആരോപണം നിഷേധിച്ച മേയർ MK വർഗീസ് രംഗത്തെത്തി. പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ നൽകിയ പരാതിയിൽ അഭിഭാഷക കമ്മീഷന് പരിശോധിക്കാൻ ഫയൽ സെഷനിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അനുമതിയില്ലാതെ ടൂറിസ്റ്റ് ഹോം പൊളിച്ചതിൽ 29 ലക്ഷം രൂപ നടത്തിപ്പുകാരന് പിഴയിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മേയർ പറഞ്ഞു. എഗ്രിമെന്റ് വെക്കാൻ വേണ്ടിയാണ് കൗൺസിലിലേക്ക് വരുന്നത്. ആ സിസ്റ്റം വെച്ച് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ചു എത്ര രൂപ, 29 ലക്ഷത്തിൽ ചില്ലാനും രൂപയാണ് രണ്ടാമത് അത് പൊളിച്ചതിന് അടയ്ക്കണം. അത് ഞാൻ കാണുന്നത് ജിനേഷ് ആയിരിക്കണം. ജിനേഷുമായിട്ടാണ് ഞാൻ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാം. ജിനേഷ് തന്നെ അടയ്ക്കേണ്ടി വരും. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇരിക്കില്ല. ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ അതിന്റെ നടപടിക്രമമായി 29 ലക്ഷത്തിൽ ചില്ലാനം പൈസ അടയ്ക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മൾ പോകുന്നത്. സംഘർഷത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷത്തിലെ 2 കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.